നമ്മൾ എവിടെയാ പോനെ? എടാ ഓയ് എന്നാ നോക്കുന്നേ? ആ എടാ നമ്മൾ എവിടെയാ പോനെ? നിന്നെ നോക്കുന്നേ? കാറ് നോക്ക? കാറിൽ 1-2 പ്രാവശ്യം പോയിക്കല്ലോ അല്ലേ? അപ്പൊ ഇന്ന് നമ്മൾ ഒറ്റക്ക് പോവാണല്ലേ? എങ്ങോട്ടാന്നൊക്കെ സർപ്രൈസ് അല്ലേ? എനിക്ക് പേടിയുണ്ടോ? എല്ലപ്പോ ഉമ്മാന്റെ പേടിയല്ലേ വരല്? ഓ എന്ത് പേടിയോ? ആ എനക്ക് പേടിയൊന്നുമില്ല. ഇനി ഓക്കെയാ? ആ പെട്ടെന്ന് കുഞ്ഞ് വരണ അതിനെന്ത് ചെയ്യൂ? പിന്നെ എന്തിനാ എവിടെ പോകുമ്പോ ഉമ്മാനെ കൂട്ടി പോന്നേ? അത് ഹോസ്പിറ്റലൊക്കെ നമ്മളൊന്ന് പോയി ചെറിയതായപ്പോലെ ഇനി നമ്മൾ പോയി നോക്കാം. മെല്ലെ മെല്ലെ പോയി നോക്കണ്ടേ? അതെ അതെ ആയിക്കോട്ടെ. അപ്പോൾ ഞങ്ങൾ ഒറ്റക്ക് പോവാണ് കേട്ടോ പുറത്തേക്ക്. പിന്നെ വാവ ഉണ്ടായിരുന്നു ഇതുവരെ. നമ്മൾ ഒറ്റക്ക് 3 ആൾ പോയില്ലല്ലോ. നമ്മൾ ആദ്യത്തെ ട്രിപ്പ് എന്നാ ഊട്ടിയിലേക്ക് ആയിക്കോട്ടെ അല്ലേ? ഒരു ടൂറിസ്റ്റ് ആയിക്കോട്ടെ. എൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്തേക്ക് പോവാം നമുക്ക് എന്നാ അല്ലേ? ഇഷ്ടപ്പെട്ടതോ അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്തതോ അത് കണ്ടറിയേണ്ടി വരും. എന്നാ പോവാ നമ്മൾ പോവാനേ? നമ്മൾ പോനാനേ കേട്ടോ? ആന്ന് എനിക്ക് വണ്ടി ഇഷ്ടാണോ? വണ്ടി ഇഷ്ടമുണ്ടോ? അപ്പോൾ വാവേനെ കൊണ്ട് ഞങ്ങൾ വന്നത് അംഗനവാടിയിലേക്കാണ് കേട്ടോ. കുരുട്ടൂർ ഗ്രാമപഞ്ചായത്ത് 2-ാം വാർഡ്. നമ്മുടെ അംഗനവാടി ഇതാണ്. ഇവിടെയാണ് എമി വാവ വരാൻ പോകുന്നത്. ഓൻ്റെ തൂക്കവും ഹൈറ്റും ഒക്കെ നോക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നതാണ്. പിന്നെ അവൻ്റെ ഫുഡ് മിന്നുവിനുള്ള ഫുഡൊക്കെ അതും വാങ്ങണം. അപ്പോൾ ഗൈസ് അംഗനവാടിയിൽ പോയി. വാവ എണീച്ച് സോറി അറിയാണ്ട് ഉറക്കം പറഞ്ഞായിട്ട് എൻ്റെ വാവ എണീക്കുമല്ലേ. അപ്പോൾ ഞങ്ങൾ അംഗനവാടിയിൽ പോയിട്ട് അവനുള്ള ഫുഡ് കിട്ടി. അതും കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഒരു മിന്നുവിൻ്റെ ഒരു ചങ്ങായിനെ കാണാൻ പോവുകയാണ്. അവളെ പെറ്റ് കിടക്കുകയാണ് അല്ലേ? ഒരു പ്രസവ കേന്ദ്രത്തിലെങ്ങാനുള്ള. ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഓക്കോ ഇപ്പോൾ ഇനി അംഗനവാടിയിൽ നിന്ന് കിട്ടിയതൊക്കെ ആവശ്യമല്ലേ? അപ്പോൾ നമ്മൾ വേറൊരു സാധനം എന്തിനാ വാങ്ങുന്നതെന്നാണ്. അത് ഒരിക്കലും കൊടുത്താൽ ഒരിക്കലും ആശ്വാസം ആവൂലേ? അത് തന്നെ അങ്ങ് കൊടുത്താൽ ഇപ്പം എന്താ പ്രശ്നം? എന്നാൽ പിന്നെ വെറുതെ വേറെ ഒന്നും വാങ്ങുകയും വേണ്ട. ഓക്കോ അത് ഹെൽത്തി ആവും. ഞാൻ നീട്ടിയൊന്നും തിന്നൊന്നുമില്ലല്ലോ. എന്നാ എന്നാ അതങ്ങ് തരാം. മുതിരയും കുതിരയെല്ലാം ഉണ്ട്. അത് ലോക്ക് കൊടുക്ക അല്ലേ? അതാണല്ലേ? എന്താ പിന്നെ അപ്പോൾ കുഞ്ഞിന്റെ വെയിറ്റും പിന്നെ ഹൈറ്റും എല്ലാം നോക്കിട്ടോ. വെയിറ്റ് എല്ലാം അൽഹംദുലില്ലാ വെയിറ്റ് ഒക്കെ സെറ്റ് ആയിക്കില്ലേ? അതെ എനക്കത്ര ഇല്ല, എന്റെ കുറവാ. അതെ എന്റെ ഹൈറ്റിനൊത്ത വെയിറ്റ് എനിക്ക് ഇല്ല എന്നാണ് പിന്നെ ടീച്ചർ പറയുന്നത്. അപ്പൊ ലേശം കൂടി എന്തെങ്കിലും തിന്നണം. ഇനി ഇങ്ങനെ പട്ടിണി കിടക്കുന്നത് എന്തിനാ മോനെന്നാ ചോദിക്കുന്നത്. അപ്പോൾ ഒരു 10 കിലോ കൂടി എങ്ങനെയെങ്കിലും കൂട്ടുവാനുള്ള ഒരു ഉത്സാഹത്തിലാണ് കേട്ടോ ഞാനുള്ളത്. അപ്പൊ നമുക്ക് ഇന്ന് ഇവളെ ഫ്രണ്ടിനെ ഒന്ന് കണ്ടു വരിക അല്ലേ? അതെ എന്നാ പോവുക. ഇതെന്നായിക്ക് പോക്ക് വാങ്ങണ്ടേ? പാവക്ക് കിട്ടിയ ഡ്രസ്സ് ഏതെങ്കിലും എനിക്ക് ഇങ്ങ് എടുക്കറേനോ? പെൺകുട്ടിയാ അല്ലേ? അത് നമുക്കൊരു 8ന്റെ പണിയായി പോയി കേട്ടോ. ആൺകുട്ടികൾ പെറ്റി കിടക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കാണുമ്പോൾ ഞങ്ങൾക്ക് റെഡി ആട്ടോ. കാരണം കുറച്ച് ഫ്രഷ് ഡ്രസ്സുകളുണ്ട് നമ്മളെ കയ്യിൽ. അതും കൊണ്ടങ്ങ് പോവാലോ. എന്താ കുറവാക്കല്ലേന്ന് ഓളെ മൈൻഡിലുണ്ടാവും. കാരണം ഞാൻ പിന്നെ എല്ലാം ഓപ്പൺ ആണെന്ന് നിങ്ങൾക്ക് അറിയാലോ. മനസ്സ് തോന്നുന്ന കാര്യം അങ്ങനെ തന്നെ അങ്ങ് പറയൂ. ഒരു തുറന്ന ഒരു പുസ്തകമാണ് ഞാൻ. ഇവളെ പോലെ ഉള്ളിൽ വെച്ചിട്ട് എനക്കറിഞ്ഞോട്. എന്താ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നില്ല. ക്യാമറ ഓഫ് ആക്കിയാൽ ഇപ്പം എനിക്ക് അതിനുള്ള കിട്ടിക്കോളാം. അങ്ങനെ നമ്മൾ മിന്നുവിൻ്റെ ഫ്രണ്ടിനൊക്കെ കണ്ട് തിരിച്ചു പോവുകയാണ് കേട്ടോ. ഇത് പൂനൂരുള്ള ഒരു പ്രസവരക്ഷാ കേന്ദ്രമാണ്. എന്നതിൻ്റെ പേര് പിന്നോ ഡോക്ടർ അൽസാസ് എന്ന് പറഞ്ഞ ഒരു ഡോക്ടർ അൽസാസ് എന്നാണ് കേട്ടോ എൻ്റെ പേര്. ഓക്കെ അപ്പോൾ നമുക്ക് നേരെ ഇനി വീട്ടിലേക്ക് പോവുകയാണ്. അപ്പം നമ്മളെ കുട്ടി വാവ സ്ക്രീന് നോക്കി. ഇനി സ്ക്രീന് നോക്കിയതേ പിന്നെ സ്ക്രീന് കാണിക്കൂല കേട്ടോ. അറിയാണ്ടോ നോക്കി പോയിക്ക്. അപ്പോൾ ഇന്ന് വാവ അടിപൊളിയായിട്ട് നിന്നാൽ ഇതിൻ്റെ സാമ്പിള് ടൂറാണ് കേട്ടോ ഇത്. ഇനി നല്ലോണം നിന്നാൽ അടുത്ത് കഴിഞ്ഞാൽ മൂന്നാറിൽ ഊട്ടിയിലൊക്കെ കൊണ്ടുപോകും കേട്ടോ. ഇനി ഒരു 80% വിജയിച്ചിക്ക്, ഒരു 20% ബാക്കിയുണ്ട്. പുരയിലെത്തും വരെ ഇനി അടിപൊളിയായിട്ട് നിന്നാൽ എന്നെ കൊണ്ടുപോവേ കേട്ടോ. അവേ നമുക്ക് പോവാം. ഇതുവരെ എങ്ങനെ ഉണ്ടായാലും മുന്നേ എക്സ്പീരിയൻസ് പുരയിലെത്തിയിട്ട് ചോദിക്കാം. ഉമ്മ ഒന്നും ഇല്ലാണ്ട് ആദ്യമായിട്ട് വാവേനെ എടുത്ത് വന്നതിൻ്റെ എക്സ്പീരിയൻസ് ഇല്ലേ?
യാല്ലാ. പിന്നെ നമ്മളെ വടേരെന്ന് മാത്രം കണ്ട് ശീലിച്ച കുഞ്ഞിപ്പത്തിലാട്ടോ വാങ്ങിയേ. നമ്മളെ നാട്ടിൽ കുഞ്ഞിപ്പത്തിലെല്ലാം തുടങ്ങി. ആ എന്താ കുഞ്ഞിപ്പത്തി ഇവിടുന്നാ? ഇനി ഇത് ഇവിടുന്ന് കഴിക്കലുണ്ട് ആണ്. വേറെന്നാ വേണ്ടിയേ? മണേ വാങ്ങാൻ പ്രശ്നമൊന്നുമില്ല, പൈസ പോട്ടെ, വെള്ളം നിറയട്ടെ, വാങ്ങിക്കൊണ്ട് വരണ. എന്നാ വേണ്ടിയേ? ആയിക്കോട്ടെ, വാങ്ങിക്കൊണ്ട് വരാ. ഓ എത്ര എണ്ണം വേണോ? 5 10? പൈസ പോട്ടെ. അടുത്തെന്നാ വേണ്ടിയേ? സമൂസ അല്ല വാങ്ങിയേ, കൽമാസു പിന്നെ 2 ചിക്കൻ സമൂസ വാങ്ങിക്കേ. 2 50 പോയി. മറ്റേതും പോയി. ഇനി എന്നാ വേണ്ടിയാ പറഞ്ഞോ? ഇനി വേണോ? പൈസ പോട്ടെ. എന്റെ പെൻഷൻ വന്നിക്കില്ലേ? അതിനൊരു 500 റുപ്യ മറിക്കാൻ തരുവോ? വൈകുന്നേരം തരാം. പെൻഷനാ? ആയിക്കോട്ടെ, കിട്ടുമ്പോ വാങ്ങിക്കോളാം. എന്നാ പോവായിപ്പോ അല്ലേ. പാവണ്ട വിചാരിക്കുന്ന ഈറ്റകളെന്തെന്നാ ഈ കളിക്കുന്ന എന്നതാ ഓർന്ന് കണ്ണൂർന്ന് കിടക്കുന്നുണ്ട്. മുറ്റങ്ങാനോ മോനെ ഉറങ്ങാ. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? എന്താ ഞാൻ എവിടെയും കൊണ്ടുപോക്കില്ലേ? അങ്ങനെ ചെറ്റ വർത്താനം പറയുന്ന നീ. പിന്നെ ഞങ്ങൾ രണ്ടാളെ ഒന്ന് കൊണ്ടുപോകുന്ന ചോദിക്കുമ്പോ കുറച്ചുകൂടെ കഴിയട്ടെ അറിയാലേ. ആണോ? എന്നാലും നിങ്ങളിപ്പം കൊണ്ടുപോയല്ലോ. അപ്പൊ ആവേ നമുക്ക് ഒറ്റ ഹാൻഡിൽ ചെയ്യാൻ പ്രശ്നമൊന്നുമില്ല. ഇപ്പൊ എനിക്ക് മനസ്സിലായോ? ആദ്യം എടുത്തോ. നമ്മക്കിനി ഊട്ടിയിലൊക്കെ ഒന്ന് പോയാലോ? ആദ്യം ഊട്ടിയല്ല, ആദ്യം ഇവിടെ അടുത്തൊക്കെ ഒന്ന് എല്ലായിടത്തും കൊണ്ടുപോയി. കോഴിക്കോടൊക്കെ ഒന്ന് പോയി വരും അല്ലേ? എന്നിട്ടല്ലേ ഊട്ടി. ആയിക്കോട്ടെ, പള്ള കാളുന്നു മോളെ. മാങ്ങിയതെല്ലാം വേഗം തിന്നുവാ. നല്ല കുഞ്ഞിപ്പത്തിലുണ്ട്, കൽമാസും ഉണ്ട്, വേറെന്തോ ഉണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് കഴിക്കുക. എന്തായാലും നമ്മളെ നാട്ടിൽ കുഞ്ഞിപ്പത്തിൽ വന്ന് 1 ഗ്രാം കുഞ്ഞിപ്പത്തിലുണ്ടല്ലോ നല്ല വിലയാ. എന്താ പൊന്നിനെക്കാട്ടും വിലയാ. 1 ഗ്രാം തങ്കത്തിൽ പൊതിഞ്ഞ കുഞ്ഞിപ്പത്തിലാ ഇത്. ഇറങ്ങിക്ക നാളെ. കുഞ്ഞിനെ എടുക്കണല്ലോ അല്ലേ. അപ്പോൾ മിന്നുവിനെയും കുഞ്ഞിനെയും കൊണ്ട് നമ്മൾ ആദ്യത്തെ ട്രിപ്പ്, ഒറ്റയ്ക്കുള്ള ട്രിപ്പ് കഴിഞ്ഞിട്ടോ വീട്ടിലെത്തി. ഒരുപാട് എന്താ പറയുക, വല്ലാത്തൊരു ഫീലിംഗ് ആയിരുന്നു. കാരണം കുഞ്ഞിനെയും ഓളെയും ഒറ്റയ്ക്ക് കൊണ്ടുപോകുമ്പോഴുള്ള ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ഓളൊക്കെയാണ് ഇപ്പോൾ. കുഞ്ഞിനെ ഒറ്റയ്ക്ക് എല്ലാം കെയറിയൊക്കെ ചെയ്യും. കുളിപ്പിക്കുന്നത് മാത്രമേ ഓൾക്ക് ഒറ്റയ്ക്ക് ഇതുവരെ പഠിക്കാണ്ടുള്ളൂ. അത് മൂക്കിലും കണ്ണിലെല്ലാം വെള്ളം തെറിച്ചാലോ എന്നുള്ള പേടി കൊണ്ട് അവൾ കാണൂല. ആ ഒരു വിഷയം കൊണ്ടാണ്. അതിപ്പോൾ ഇവിടെ വന്നാൽ ഇപ്പോൾ ഞാനുണ്ടാവും. ആടെ ആണെങ്കിൽ ഓളെ ഉമ്മ ഉണ്ടല്ലോ. പിന്നെ അന്ത്യോളം ഇടക്കിടക്കൊന്നും കുളിപ്പിക്കണ്ടല്ലോ, ഒരു നേരമാണല്ലോ. പിന്നെ അല്ലാണ്ട് ഇറക്കതായിട്ട് കഴുകേണ്ട ഒരു സ്ഥിതി വന്നാൽ എന്നുള്ളൊരിതുണ്ട്. അങ്ങനെയാണ്. അപ്പോൾ ഇന്നലെ ഞങ്ങൾ ഇപ്പോൾ ഇന്ന് അടുത്ത ദിവസമാണ് കേട്ടോ ബാക്കി എടുക്കുന്നത്. ഇന്നലേനും പോയത്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് തന്നെ, ഒരു പേടി എനിക്ക് നല്ലോണം ഉണ്ടായിരുന്നു. പക്ഷെ അടുത്തി കുഴപ്പമൊന്നുമില്ല. ഓന് കാഴ്ചകളൊക്കെ കാണാൻ ഭയങ്കര ഒരു ഇതാണ്. ഇപ്പോൾ ബൂല് പോകണം എന്നല്ല ഇന്നിങ്ങനെ പറയുന്നുണ്ട്. ഇന്നലെ പോയിട്ട് എന്നെല്ലാം പറയുന്നുണ്ടല്ലോ. ഒളിപ്പം വിളിച്ച് നമുക്ക് ഇന്നും വണ്ടി എടുത്തിടയും പോവാന്ന് ചോദിച്ചിട്ട് ഓനിങ്ങനെ നോക്കി നിൽക്കും കാഴ്ചകളൊക്കെ. കുട്ടികളുടെ ഓരോ മാസത്തിൽ ഓരോ കാര്യങ്ങൾ. ഇപ്പോൾ മുഖത്തോക്കി ചിരിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. മുഖത്തോക്കി ചിരിക്കൂ. അതുപോലെ ഇങ്ങനെ എന്തേ കണ്ടാൽ ഇങ്ങനെ നോക്കി നിൽക്കൂ. ആ ഒരു പ്രായം. കുട്ടികളുടെ ഓരോ വളർച്ചയും നമ്മളിങ്ങനെ ആസ്വദിക്കണം എന്നല്ലേ. പിന്നെ ആയാലും ഓനെ എടുത്ത് നടക്കലും ഓൻ്റെ ഫുള്ള് ഓനെ കൊഞ്ചിച്ച് നിൽക്കല. അവൾ പറയുന്നൊരു കാര്യം, ഓൻ കുറച്ച് വലുതായ ഓന് നമ്മൾ പറയുന്ന പോലെ നമ്മളെടുത്ത് കിട്ടുമെന്നില്ല. ഓൻ്റെ ഓടിപ്പോവെല്ലാം ചെയ്യൂലേ. ഇപ്പോൾ ഈ പ്രായത്തിൽ മാക്സിമം അതൊക്കെ നമ്മൾ ആസ്വദിക്കുക, ഓനെ എടുത്ത് നടക്കുക. അത് തന്നെ അത് ശരിയാണ് പറഞ്ഞല്ലേ. ഞാനിങ്ങനെ ആലോചിക്കുക, ഗൾഫിലൊക്കെ ഉള്ള ഒരുപാട് ഉപ്പമാരുണ്ടാവും അല്ലേ. അവരോടൊക്കെ ഒരു മാനസികാവസ്ഥ, ചെറിയ മക്കളെയൊക്കെ വിട്ടിട്ട് പോകേണ്ടി വരുന്ന അവസ്ഥയിലെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. നാട്ടിൽ നിന്നാലാകുകയല്ലോ. ഏറ്റവും ചിലവ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ആ ഒരു വിഷമം, ഒരു വല്ലാത്ത വിഷമം തന്നെയാണ്. എൻ്റെ അനിയനൊക്കെ പിന്നെ എത്രയാ 5 വയസ്സോ 6 വയസ്സായിട്ടുള്ളവരാ ഉപ്പ കണ്ട് ആദ്യമായിട്ട് കുഞ്ഞിനെ. അല്ല അത്ര ഇല്ല, 3 വയസ്സ് 4 വയസ്സ് അങ്ങനെ എന്തായാലും 5ൻ്റെ ഉള്ളിലാട്ടോ. എനിക്ക് അങ്ങനെ ഓർമ്മയില്ല. കാരണം ഉപ്പ വന്നിട്ട് ഗൾഫിൽ തന്നെയായിരുന്നു. ഗൾഫ് നിർത്തി വന്നേരാണ് ഓനെ കണ്ടത്. അപ്പോൾ ചെറുപ്പത്തിലുള്ള ആ ഒരു സ്റ്റേജൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ്. ഗൾഫിലുള്ള എല്ലാവർക്കും
എല്ലാ ഉപ്പമാർക്കും പഠിച്ച ക്ഷമ കൊടുക്കട്ടെ. അവർക്കൊക്കെ പെട്ടെന്നൊക്കെ വന്ന് മക്കളെ കാണാൻ പറ്റട്ടെ. ഇപ്പം പിന്നെ എല്ലാവരും 1 വർഷമൊക്കെ കൂടുമ്പം വരുമല്ലോ. ആദ്യത്തെ പോലെ 3 വർഷം 4 വർഷം ഒന്നും നിൽക്കുന്ന രീതി ഇപ്പം ഇല്ലല്ലോ. 6 മാസത്തിൽ വരുന്നവരും ഉണ്ട്. പിന്നെ പൈസ എൻ്റെ ഒരു വിഷയമാണ്. പൈസ വേണമല്ലോ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരാനൊക്കെ അല്ലേ. അങ്ങനെയൊക്കെയാണ്. പിന്നെ ഇവിടുത്തെ ഷീറ്റിൻ്റെ പണിയൊക്കെ കഴിഞ്ഞല്ലോ. ഇനിയിപ്പോൾ വ്യാഴാഴ്ച ഇവിടെ കെട്ടുകാരൊക്കെ വരുമെന്ന് എനിക്ക് കെട്ടിൻ്റെ പണിയൊക്കെ. പിന്നെ ബേക്കിൽ കുറച്ച് ഷീറ്റ് ഇടാനുണ്ട്. ഇപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ നമുക്കൊരു സജഷൻ ഞാനിങ്ങനെ മനസ്സിൽ വിചാരിക്കുക, ആ സൈഡ് ഉണ്ടല്ലോ അവിടെയും പിന്നെ അതുപോലെ ഈ സൈഡിലും 2 സൈഡിലും ഇഷ്ടിക കെട്ടുക. എന്നിട്ട് നല്ല ആഷ് കളർ പെയിൻ്റൊക്കെ അടിച്ചാൽ കോലായി അങ്ങ് സെറ്റാവില്ല. പിന്നെ ഇവിടെ ടൈലെല്ലാം ഇട്ടാൽ അങ്ങ് സെറ്റാവില്ല അല്ലേ. ആഗ്രഹമുണ്ട്. പിന്നെ ഇവിടെ നിലത്ത് ഇൻ്റർലോക്ക് ഇടണമെന്നുണ്ട്. മുറ്റത്തെ ചെറിയ ഏരിയ ആണല്ലോ ഉള്ളൂ. അതും ഇട്ട് സൈഡിൽ ഫുള്ള് അങ്ങ് നെറ്റൊക്കെ കവർ ചെയ്താൽ പോലെ സേഫ് ആവും. അതൊക്കെ എനിക്ക് കാണിച്ചു തരാം എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്. അല്ല മനസ്സിലുള്ളത് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നൊന്നും അറിയാല്ല. നമ്മളെ അടുത്തുള്ള പൈസ അനുസരിച്ചിരിക്കും. ഒരുപാട് പൈസയൊന്നും ഇതിനു വേണ്ടി കണക്കാക്കി വെച്ചിട്ടില്ല. അതനുസരിച്ച് നോക്കി ചെയ്യാം അല്ലേ. നോക്കാം. നമുക്ക് ആഗ്രഹങ്ങൾ പലതാണല്ലോ. മനുഷ്യരങ്ങനെയാണ്. ഈ വീടിൻ്റെ പണിയൊക്കെ എന്ന് പറഞ്ഞാൽ തുടങ്ങിയാൽ നമുക്ക് അതുവാണ് ഇതുവാണ് ഒരുപാട് സാധനങ്ങൾ പിന്നെയും ചെയ്യണം എന്നുള്ളൊരു സംഭവമായിരിക്കും. അങ്ങനെ ഒരു സംഭവം നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ വേറൊന്നുമില്ല. നമുക്ക് വീട് പണീൻ്റെ വീഡിയോസൊക്കെ തുടർന്ന് വരും കേട്ടോ. ഓക്കെ. എല്ലാം കഴിഞ്ഞിട്ട് ഓല ഇവിടെ കൊണ്ടുവരുന്ന ആ ദിവസത്തിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ് കേട്ടോ. ഓലില്ലാത്ത വീട് ഭയങ്കര ശോകമാണ്. വൈകുന്നേരമൊക്കെ ഞാൻ ഇവിടെ ഇരുന്ന് കുഞ്ഞിനെയെല്ലാം കൊണ്ടൊരു കഥ പറഞ്ഞിരിക്കുന്ന ഒരു ഫീലെല്ലാം ഉണ്ടല്ലോ. അത് ഭയങ്കര ഫീൽ ചെയ്യുന്നു. എന്തെന്ന് പറഞ്ഞാലും എത്രയും പെട്ടെന്ന് നിങ്ങൾ കൊണ്ടുവരണം. അതിനാവട്ടെ. വേഗം പണിയെല്ലാം തീരട്ടെ. വലിയ പെരുന്നാളിൻ്റെ മുമ്പ് ഇങ്ങോട്ട് കൊണ്ടുവരണമെന്നാണ് മനസ്സിലുള്ള ആഗ്രഹം. വലിയ പെരുന്നാൾ ഇവിടുന്ന് ആഘോഷിക്കണം. അങ്ങനെയൊക്കെ ഉള്ളൊരാഗ്രഹമുണ്ട്. ഇൻഷാ അല്ലാഹ് ഒക്കെ നടക്കട്ടെ. എന്നാൽ പിന്നെ ആയിക്കോട്ടെ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. എന്നാൽ ബൈ.